അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി ലിവഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്നും ഒരാൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടാൻ ഇടയാക്കല്ല റഹ്മാനെ. യാ അല്ലാഹ്, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിമേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമുക്ക് അല്പം മനസ്സിലാക്കാനുള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം മാതാക്കളുടെ കാൽപാദത്തിനടിയിലാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ 31-ാമത്തെ സൂറത്താണ്. അതിൽ 14-ാമത്തെ ഒരായത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ ഫിസാലുഹു ഫി ആമൈനി അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. അള്ളാഹു പറയുന്നു, സന്താനങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, ജനങ്ങളോട് അള്ളാഹു കൽപ്പിക്കുന്ന ഒരായത്തും കൂടിയാണിത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, വവസ്സൈന നാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ബിവാലിദൈഹി അവരുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ, ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. ഒരു മാതാവ് ഗർഭം ചുമക്കുന്നത് വളരെ വേദനയോടും ക്ഷീണത്തോടും കൂടിയാണ്. ക്ഷീണത്തിൻ്റെ മേൽ ക്ഷീണമായിട്ടാണ് അവനെ മാതാവ് ഗർഭം ചുമക്കുന്നത്. ഫിസാലുഹു ഫി ആമൈനി, 2 വർഷക്കാലം മുലകുടി സമയമാണ്. അനിഷ്കുറലി, എനിക്ക് നന്ദി ചെയ്യുക, ഒലിവാലിദയ്ക്കാൻ നിൻ്റെ മാതാപിതാക്കൾക്കും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കണമെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നും പറഞ്ഞ അള്ളാഹു ഉടനെ തന്നെ എനിക്ക് നന്മ ചെയ്യുക നിൻ്റെ മാതാപിതാക്കൾക്കും എന്നാണ് പറയുന്നത്. സന്താനങ്ങൾക്ക് ജന്മം നൽകി വേണ്ടുന്ന ഒത്താശകളും സേവനങ്ങളും ചെയ്തു കൊടുത്ത് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് സന്താനങ്ങളുടെ സേവനം ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ സേവനം ചെയ്തു കൊടുക്കാൻ സന്മനസ് കാണിക്കാത്ത സന്താനങ്ങളെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ദൂരെയായി പോകട്ടെ, അള്ളാഹു ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി, യാ റസൂലുള്ളാഹ്, നബിയെ, ഞാൻ മാതാപിതാക്കളിൽ ആർക്കാണ് റസൂലെ ഞാൻ ആദ്യമായി ഗുണം ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ മാതാവിന്. വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ മനുഷ്യൻ ചോദിക്കുകയുണ്ടായി, യാ റസൂലുള്ളാഹ്, രണ്ടാമത് ഞാൻ ആർക്കാണ് ഗുണം ചെയ്യേണ്ടത്? വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉമ്മുക്ക, നിൻ്റെ മാതാവിന്. വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു, റസൂലെ, മൂന്നാമതായിട്ട് ആർക്കാണ് ഞാൻ ഗുണം ചെയ്യേണ്ടത്? അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് നിൻ്റെ മാതാവിന് തന്നെ. 4-മതായി ആ മനുഷ്യൻ ചോദിച്ചു, നബിയെ, ആർക്കാണ് ഞാൻ 4-മത് ഗുണം ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ പിതാവിന്. പ്രിയപ്പെട്ടവരെ, 3 സ്ഥാനം അള്ളാഹു മാതാവിന് പദവി ഉയർത്തിയിട്ടുണ്ട്.
തഴവ ഉസ്താദിൻ്റെ ബൈത്തിൽ നമുക്കിതിനെപ്പറ്റി കാണാം. ഗർഭം ചുമന്നത് 10 മാസം തള്ളയ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവളാണേ, ഇവ 3 കാര്യം വാപ്പയിൽ ഒഴിവാണേ. ചുരുക്കി പറഞ്ഞാൽ റബ്ബൊഴിച്ചാൽ പിന്നെ സകലർക്കുമാശ കേന്ദ്രവും അവൾ തന്നെ. 3 പദവി എന്നുള്ളത് 10 മാസം മാതാവ് ഗർഭം ചുമന്നു. രണ്ടാമത് വളരെ വേദനയും യാതനയും അനുഭവിച്ച് പ്രസവിച്ചു. മൂന്നാമത് 2 വർഷക്കാലം ആ കുഞ്ഞിന് മുലയൂട്ടി. ഇത് 3 പദവികളുമാണ് അള്ളാഹു മാതാവിൽ ഉയർത്തിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ 17-ാമത്തെ സൂറത്താണ്. അതിൽ 23-24 ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളോട് ഉപദേശിക്കുന്നതാണ്. ഓരോ സന്താനങ്ങളും ഇതറിഞ്ഞിരിക്കേണ്ടതാണ്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലു അന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മതി ഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പ്രിയമുള്ളവരെ, നല്ലതുപോലെ മനസ്സിലാക്കുക. വഖളാ റബ്ബുക, നിൻ്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. നിൻ്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നും വബിൽ വാലിദൈനി ഇഹ്സാന, ഉടൻ തന്നെ അള്ളാഹു ചേർത്ത് പറയുകയാണ്, നിൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ഇമ്മാ യബ്ലു അന്ന ഇൻദകൽ കിബറ, വാർദ്ധക്യപൂലം നിൻ്റെ സന്താനങ്ങളെടുത്ത് മാതാപിതാക്കളെത്തിയാൽ, അഹദുഹുമാ ഒരാളോ ഔ കിലാഹുമാ മാതാവും പിതാവുമോ ആ 2 പേരോ എത്തിക്കഴിഞ്ഞാൽ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, എന്ന വാക്ക് പോലെ നീ അവരെടുത്ത് പറയരുത്. വലാ തൻഹർഹുമാ, അവരോട് വെറുപ്പ് വരുന്ന വാക്കുകൾ നീ പറയരുത്. വഖുൽ ലഹുമാ, നീ അവർ 2 പേരോടും പറയണം. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, വളരെ മാന്യമായ നിലയിൽ നീ അവരോട് സംസാരിക്കണം. പിന്നെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മതി, വഖ്ഫിദ് ലഹുമാ, നീ അവരിലേക്ക് താഴ്ത്തി കൊടുക്കുക, വിരിച്ചു കൊടുക്കുക. ജനാഹ ദുല്ലി, വിനയത്തിൻ്റെ ചിറകുകൾ, എളിമയുടെ ചിറകുകൾ നീ അവരിലേക്ക് വിരിച്ചു കൊടുക്കുക. മിനർ റഹ്മത്തി, കാരുണ്യത്താലുള്ള റഹ്മത്തിൻ്റെ ചിറകുകൾ, കാരുണ്യത്താലുള്ള വിനയത്തിൻ്റെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് നീ പറയണം, നീ പറയുക, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബി രക്ഷിതാവേ, ഇർഹംഹുമാ, എൻ്റെ മാതാപിതാക്കൾക്കും കരുണ ചെയ്യണമേ, കമാ റബ്ബയാനി സഗീറാ, കുട്ടിപ്രായത്തിൽ എന്നെ അവർ പോറ്റി വളർത്തിയതുപോലെ എൻ്റെ മാതാവിനും പിതാവിനും നന്മ ചെയ്യണേ നാഥ എന്ന് പ്രാർത്ഥിക്കുവാൻ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത് വളരെ പ്രതിഫലമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കുന്നത് രൂക്ഷമായി നോക്കുന്നത് പുണ്യമല്ല എന്നും, മാതാപിതാക്കളുടെ മുഖത്ത് സന്തോഷമായി നോക്കുന്നത് പുണ്യമാണെന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന സന്താനങ്ങൾക്ക് അള്ളാഹു ഉന്നതമായ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ അവർക്ക് ഗുണം ചെയ്യുന്ന സന്താനങ്ങളെ അള്ളാഹു അവർക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മെ നാമാക്കി മാറ്റിയ മാതാപിതാക്കൾക്ക് നമ്മൾ അർഹമായ സ്ഥാനം കൊടുക്കണം.
അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. സന്താനങ്ങളായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. മാതാപിതാക്കൾ മരണപ്പെട്ടവരായാൽ തന്നെയും അവർക്ക് വേണ്ടി സദക്ക ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം മക്കളുടെ കടമകളിൽപ്പെട്ടതാണ്. നമ്മളൊരു കാര്യം ചിന്തിക്കണം. സന്താനങ്ങളുടെ എല്ലാ ജീവിത മേഖലകളിലും പ്രകാശിക്കുന്ന പ്രകാശ ബിന്ദുവാണ് മാതാപിതാക്കൾ. എപ്പോഴെങ്കിലും ആ പ്രകാശത്തിന് മങ്ങലേൽപ്പിച്ചാൽ സന്താനങ്ങളുടെ ജീവിതം തന്നെ ഇരുട്ടിലായി പോകും. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് പ്രകാശമാകുന്ന മാതാപിതാക്കളുടെ ആ പ്രകാശം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നിത്യമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു നിമിഷം ചിന്തിക്കുക. സന്താനങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ രാവെന്നില്ല പകലെന്നില്ല പകലന്തിയോളം പണിയെടുത്ത് വേദനകളും യാതനകളും അനുഭവിച്ച് സ്വന്തം രക്തത്തെ വിയർപ്പാക്കി മാറ്റി മക്കളെ ജീവന തുല്യ സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കളുടെ അവസ്ഥ ഇന്നെന്താണ് പ്രിയപ്പെട്ടവരെ? മിക്ക മാതാപിതാക്കളും ഇന്ന് വൃദ്ധകേന്ദ്രങ്ങളിലാണ്. അവരുടെ പാർപ്പിടം വൃദ്ധ കേന്ദ്രങ്ങൾ മാത്രമാണ്. ഇക്കഴിഞ്ഞ 2006 കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു വൃദ്ധജന കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ വൃദ്ധജന കൺവെൻഷനിൽ അവർ അംഗീകരിച്ച അവകാശ പത്രികയുടെ ആവശ്യം നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിക്കുന്നതാണ്. അവർ ആവശ്യപ്പെട്ടത് മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്നും ജീവിത സംരക്ഷണം വേണമെന്നായിരുന്നു. അത് 2007 ആ നിയമം പാസ്സായി. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്ക് എതിരെ കേസെടുക്കണം എന്നുള്ള നിയമം അനുശാസിക്കുന്നു. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് എന്ന നിയമം അനുശാസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ഒരാളെയും അല്ലാഹു വെറുതെ വിടുകയില്ല. എത്ര ആലിമായാലും ആബിദായാലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്തില്ല എങ്കിൽ അവരെക്കാൾ വെറുപ്പുള്ളവരായി അള്ളാഹുവിന് ആരും ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക. എല്ലാ കർമ്മത്തിൻ്റെയും ഫലം നാളെ പരലോകത്ത് വെച്ചാണ് അള്ളാഹു പൂർണ്ണമായും നൽകുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വഇന്നമാ തവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ വെച്ചാണ് അള്ളാഹു എല്ലാ കർമ്മത്തിൻ്റെയും ഫലം പൂർണ്ണമായി നൽകുന്നത്. എന്നാൽ മാതാപിതാക്കളെ അവഗണിക്കുന്ന, അവരെ സംരക്ഷിക്കാത്ത സന്താനങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചറിയിച്ചിട്ടേ ദയാപരനായ അള്ളാഹു അത്തരം സന്താനങ്ങളെ ആഖിറം കാണിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൻ നബി വചനങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മളെല്ലാവരും മാതാപിതാക്കൾക്ക് കടമകൾ ചെയ്യുവാൻ നമ്മൾ ഉള്ള അറിവ് അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കളുടെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ് സ്വർഗ്ഗം കരസ്ഥമാക്കുന്ന സന്താനങ്ങളിൽ നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സന്താനങ്ങളില്ലാത്ത ഭാര്യയും ഭർത്താവുമുണ്ട്. ആ ദമ്പതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. സക്കരിയ നബി അലൈഹിസ്സലാം സന്താനത്തിന് വേണ്ടി ദുആ ചെയ്തു. റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. അല്ലാഹുവേ, നീ എന്നെ ഒറ്റയ്ക്കാക്കരുത്, നീ എനിക്കൊരു സന്താനത്തെ തരണമേ നാഥ, ഒരു അനന്തരാവകാശിയെ തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിച്ചുകൊണ്ട് യഹ്യ എന്ന സൽപുത്രനെ അല്ലാഹു സമ്മാനിച്ചു. അതുപോലെ സന്താനങ്ങളില്ലാത്ത ഭാര്യയ്ക്കും ഭർത്താവിനും നീ സന്താനമാകുന്ന ആ സൗഭാഗ്യത്തെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനത്തെ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെ നീ ഒറ്റയ്ക്കാക്കരുതേ അല്ലാ. അവർക്ക് നാളെ ഒരു അനന്തരാവകാശിയായി അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള സന്താനങ്ങളെ നീ കൊടുക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം പുറത്ത് നീ ഞങ്ങളെയെല്ലാം സ്വർഗത്തിൻ്റെ അഖിലുകാരാക്കണേ റഹ്മാനെ. യാ അല്ലാ, ഈ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണേ അല്ലാ.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين يا رب العالمين السلام عليكم ورحمة الله وبركاته